ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. പുറംഭാഗം നല്ല ക്രിസ്പി, ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ കൂടെയുള്ള ബെൽ ഐക്കനും ക്ലിക്ക് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ 1.5 കിലോ ചിക്കനിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൽ 2 പച്ചമുളകും കൂടി ഇട്ട് ചതച്ചതാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 4 ടീസ്പൂണാണ് ചേർക്കുന്നത്. എല്ലാ പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചേർത്ത എല്ലാ മസാലകളും ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ചേരുവകളും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതേ പരിവായുണ്ട്. ഇനി 1-2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതായി വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വന്നാൽ നമുക്ക് പാത്രത്തിലേക്ക് കോരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെളിച്ചെണ്ണയിൽ കിടന്ന് വെന്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇത് റെഡി ആയി ഇതുപോലെ ആയിട്ടുണ്ട്. അകംഭാഗം നല്ല ജ്യൂസിയും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയുള്ള ചിക്കൻ ഫ്രൈ ആണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയി അടുത്തൊരു റെസിപ്പി ആയി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.